തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഒരു പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ് തമ്മിൽ ക്ലിയർ ബൗണ്ടറീസ് ഉണ്ടോ? അങ്ങനെയില്ല. നമ്മൾ സാധാരണഗതിയിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോകാറുണ്ട്, ഞാൻ സീരിയൽ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ. ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെയോ? ഏത് സിനിമയാണ്? കറൻസി എന്ന സിനിമയ്ക്കകത്ത് ഒരു 5 മിനിറ്റ്. അല്ലല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായിട്ട്. അത് പക്ഷേ അനൂപ് മേനോനുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ളത് കൊണ്ട് അനൂപിൻ്റെ ഫാദറിനെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നെ വിളിച്ചൊരു ദിവസം പോയത്. ഫാമിലിയെക്കുറിച്ച്? ഫാമിലി വൈഫ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ പെത്തോളജി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. മഞ്ജു എന്ന പേര്. 2 മക്കളുണ്ട്. ഒരാൾ ആര്യ, 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്. ഇപ്പം ഈ സെൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂളില്ലേ കാഞ്ഞിരപ്പള്ളിയിൽ, അവിടെ പഠിക്കുന്നത് വെച്ചാൽ അവിടെ എൻട്രൻസ് കോച്ചിങ്ങിനുണ്ടെന്ന് പറഞ്ഞാൽ പോയത്. പിന്നെ ഒരു മകനുണ്ട്, അവൻ സെൻറ്റ് തോമസ് സ്കൂളിലാണ്, 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി. വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെയായിരുന്നു ചെറുതിലെ? ഞാൻ പഠിച്ചത് മങ്ങാട് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. അവിടെ ഈ 45 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിൽ 5 പേര് മാത്രമാണ് പാസ്സായത് 10ാം ക്ലാസ്. ഒരാൾ ഫസ്റ്റ് റാങ്ക് സ്കൂളിലെ ടോപ്പർ, 4 പേര് 210, ബാക്കി 41 പേര് തോൽക്കുന്ന ഒരു ക്ലാസ്. അത് ആ ക്ലാസ്സിൻ്റെ കുഴപ്പമല്ല, അന്നത്തെ നമ്മുടെ ഈ സാഹചര്യങ്ങളാണ്. നമ്മൾ ഈ പിള്ളേരൊക്കെ വരുന്നത് തന്നെ, സ്കൂളിൽ വരുന്നത് തന്നെ 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, അന്ന് സമരമുണ്ടോ എന്ന് അന്വേഷിക്കാം. 2, ഉപ്പുമാവ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഉപ്പുമാവ് സ്കൂളെന്നാണ് ഞാൻ ശരിക്കും പറയുന്നത്. അപ്പോൾ ആ സമയം മുതലേ എൻ്റെ വീടിനടുത്താണ് ഈ TKM എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ അവിടെ ഈ കോളേജിൽ ടൂർണമെൻറ്റ് നടക്കാറുണ്ട്. ഇപ്പോൾ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ സമയത്ത് ഈ കളിക്കാൻ വരുന്ന പിള്ളേരെ കാണുമ്പം TKM എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ ഷോർട്സും ഒക്കെ ഇട്ട് നടക്കുന്ന കാണുമ്പം നമുക്ക് തോന്നും ഇവരെ പോലെ നമ്മളും ആവണ്ടേ. അപ്പോൾ എൻ്റെ ഒരു അംബിഷൻ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻ്റെങ്കിലും ആകുക എന്നുള്ളത് മാത്രമാണ്. പിന്നെയാണ് ഞാൻ പഠിച്ചപ്പോൾ ഡോക്ടറാകാൻ പറ്റുന്ന ഒരു ലെവലിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കങ്ങനെ ഒന്നും ഈ അംബിഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അംബീഷ്യസ് ആയിരുന്നു, എല്ലാം നേടണം എന്നൊരു ആഗ്രഹമുള്ള ഒരാളാണ്. പ്രീ ഡിഗ്രിക്ക് പോയ സമയത്ത് ചെന്ന സമയത്ത് മലയാളം മീഡിയം ക്ലാസ്സിൽ നിന്ന് ആകെ വന്നത് 4 സ്റ്റുഡൻസ്. ബാക്കി എല്ലാം ഇൻഫൻറ്റ് ജീസസ് ഒരു സ്കൂളുണ്ട് അവിടെ, അവിടുത്തെ എല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് വന്ന പിള്ളേർ. അപ്പോൾ ഈ ഫ്രണ്ട് റോയിൽ ഇരിക്കാൻ പേടിയായിരുന്നു. ടീച്ചർ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ഈ 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയം മാറുമ്പോഴത്തേക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം പറയാൻ പറ്റുമെന്ന് പേടി കാരണം അറിയാമെങ്കിലും പറയുന്ന വാക്കുകളിൽ തെറ്റ്, ഇതായിരുന്നു നമ്മുടെ മനസ്സിലെ വികാരം. ഇതുകൊണ്ട് തന്നെ ഈവൻ MBBS പഠിക്കുമ്പം പോലും ഫസ്റ്റ് റോയിലോ സെക്കൻഡ് റോയിലോ ഇരിക്കാൻ പേടിയായിരുന്നു. പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പിറകിൽ ആരും കാണാതെ ആരും ചോദിക്കാത്തൊരു സ്ഥലത്ത് പോയിരിക്കണമെന്നായിരുന്നു ആഗ്രഹം. കാരണം പേടി. ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ മാത്രമല്ല, ഒരുപാട് എന്നെപ്പോലുള്ള കുട്ടികൾക്ക് ഒരു ഫിയർ സെൻസ് കാണും. ഇവർക്ക് പേടിയാണ് ക്രൗഡിനെ ഫേസ് ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ മോനോ മോളോ അങ്ങനല്ല, ഒരു കുറച്ചുകൂടെ ക്രൗഡിനെ ഫേസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം വന്നത്. നമ്മൾ ആ ഫിയർ സെൻസ് മാറ്റാൻ, ഈ ഇംഗ്ലീഷ് ഒരു ഫിയറാണ്. ഈ കപ്പിയും മുത്തോലകവും പഠിച്ചിട്ട് കോളേജിൽ ചെന്നിട്ട് പഠിക്കുന്ന ഫിസിക്സിലെ വാക്കുകൾ പോലും നമുക്ക് ഓർക്കാൻ പാടാം. അപ്പോൾ കപ്പിയും മുത്തോലകവും നന്നായിട്ട് അറിയായിരുന്നു അതിൻ്റെ മെക്കാനിസം. ഫിസിക്സിൽ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മെക്കാനിസം പറയണമെങ്കിൽ ആ കപ്പിയുടെ ഉത്തോലകത്തിൻ്റെ വാക്കിൻ്റെ ഇംഗ്ലീഷ് പോലും നമ്മൾ കാണാതെ പഠിക്കണം. മറ്റേത് കപ്പി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ഇതിങ്ങനെ ഇരിക്കും. അത് പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എപ്പോഴും നമ്മളെ അംബീഷ്യസ് ആക്കുന്നത്, ഞാൻ എപ്പോഴും എന്തെനിക്ക് പറ്റത്തില്ലയോ അതാവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഞാൻ MBBS പഠിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കുറച്ച് മാർക്ക് വന്നത് മെഡിസിൻ ആയിരുന്നു. ഞാനതിന് MD മെഡിസിൻ എടുത്തു. MD മെഡിസിൻ സമയത്ത് എനിക്ക് ഏറ്റവും മോശം കാർഡിയോളജി ആയിരുന്നു. ഞാൻ എന്നിട്ട് DM കാർഡിയോളജി ആയി. DM കാർഡിയോളജി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും അറിയാതെ പോയത് ആൻജിയോപ്ലാസ്റ്റി ആയിരുന്നു. ഞാൻ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായി. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയായിരുന്നു. ഞാൻ ഏതാണോ ഞാൻ വീക്ക് അതിലെത്താനായി ശ്രമം നടത്തും. മാത്രമല്ല എനിക്കെപ്പോഴും ഒരു തോന്നൽ, മറ്റേയാൾക്കത് ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല. ഡോക്ടർക്ക് ഈ ഒരു സെൻസ് ഓഫ് ഫിയർ ഉണ്ടായിരുന്നു, അത് ഓവർകം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് ചിലപ്പം അങ്ങനെ ഒരു ഫിയർ സെൻസ് ഉള്ളവരായിരിക്കാം. ഇത് ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം? കോൺഷ്യസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഞാൻ ചെയ്ത 2-3 വഴികൾ പറഞ്ഞാൽ, ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഈ പ്രസംഗ മത്സരത്തിന് പങ്കെടുക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവർ പെട്ടെന്നൊരു ടോപ്പിക്കാണ് കൊടുക്കുന്നത്, അറിയാമല്ലോ. 5 മിനിറ്റിനകത്ത് പ്രസംഗിക്കണം. അപ്പം 5 മിനിറ്റിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത്, ഞാൻ എന്തു ചെയ്യുന്നു വെച്ചാൽ എൻ്റെ ചിറ്റപ്പനെ കൊണ്ട് അന്ന് ലോക മലയാള സമ്മേളനം നടക്കുന്നൊരു കാലം ഞാൻ പറഞ്ഞു ഈ ദേശീയ ഭാഷയെക്കുറിച്ചൊരു ലേഖനം എഴുതിത്തരാം. അത് ഞാനങ്ങ് കാണാതെ പഠിച്ച് വെച്ചിട്ട് ഞാനും പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തു. ഭാഗ്യത്തിന് ചോദിച്ചത് നമ്മുടെ ദേശഭാഷയെന്നാണ്. ഞാനങ്ങ് തകർത്തു എന്ന് പറഞ്ഞാൽ
അവിടെ ബാക്കി സ്ഥിരം പ്രാസംഗികരെല്ലാം ഒതുങ്ങിപ്പോയി. അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക്. യു ക്യാൻ മെൻ്റലി പ്രിപ്പയർ ഫോർ സം ടോപ്പിക്സ്. അതിനെക്കുറിച്ച് നമ്മൾ ഇരിക്കുന്ന ക്രൗഡിനേക്കാൾ ബെറ്ററായി പെർഫോം ചെയ്യുക. രണ്ട്, നമ്മൾ എന്ത് പ്രസംഗിക്കാൻ പോകുമ്പോഴും എപ്പോഴും നമുക്ക് പേടി നമ്മുടെ ചുറ്റിരിക്കുന്ന അധ്യാപകരെയാണ്. നമ്മളെ പേടിപ്പിച്ച് വച്ചേക്കുന്ന ചൂരൽ വടികളെ പേടിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ടീച്ചേഴ്സ് ബിഹേവ് ചെയ്യുന്ന രീതിയാണ്. എപ്പോഴും ടീച്ചറും നമ്മളുമായിട്ടൊരു വ്യത്യാസം. നമ്മളെ മുമ്പിലിരിക്കുന്ന അധ്യാപകൻ പോലും മണ്ടനാണെന്ന് വിചാരിക്കുക. എങ്കിലേ നമുക്ക് പ്രസംഗത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഫിയർ സെൻസ് മാറ്റാൻ ഏറ്റവും നല്ല വഴി. 17 വയസ്സ് 18 വയസ്സത്തിൽ കാലഘട്ടങ്ങളിൽ നമ്മൾ വിചാരിക്കും അവിടെ ഇരിക്കുന്ന ക്ലാസ്സിലെ പെങ്കൊച്ചുങ്ങളെല്ലാവരും നമ്മളെ പ്രേമിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുകയാണ്. ആക്ച്വലി സ്പീക്കിംഗ് അവർക്ക് നമ്മളുടെ അടുത്ത് യാതൊരു വികാരവും ഇല്ല. അപ്പം നമ്മുടെ ആ മിഥ്യാധാരണ ഒരു പെണ്ണും നമുക്ക് പ്രശ്നമല്ല, അല്ലെങ്കിൽ പെങ്കൊച്ചിന് വിചാരിക്കുക ഒരാണും എനിക്ക് പ്രശ്നമല്ല എന്ന് വിചാരിച്ചാൽ പോലും ഇവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ടീച്ചറിനെ പേടിക്കാതിരിക്കുക. ചുറ്റുമിരിക്കുന്ന ക്ലാസ്സിലിരിക്കുന്ന നമ്മുടെ സഹപാഠികൾ, അത് പെങ്കൊച്ചിനെക്കളോടാണ് എപ്പോഴും നമുക്കൊരു ആൺകൊച്ചുങ്ങളും പെങ്കൊച്ചുങ്ങളും ഒരുമിച്ചുള്ള ക്ലാസ്സിലാണ് പലപ്പോഴും ഈ പയ്യന്മാർ പിന്നോട്ട് മാറുന്നത്, അല്ലെങ്കിൽ പെങ്കൊച്ചുങ്ങൾ പിന്നോട്ട് മാറുന്നത്. ഇവർക്കൊരു ഫിയർ സെൻസാണ്. നല്ല സുന്ദരിയാണെന്ന് വെച്ചു, ഐശ്വര്യ റോയിയാണ് ക്ലാസ്സിലുണ്ട്, സുന്ദരിയ, എല്ലാവരും ആ പെങ്കൊച്ചിനെ ശ്രദ്ധിക്കും. ഫിയർ കാണത്തില്ല അവർക്ക്. കാരണം അവർക്കൊരു തോന്നലുണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറഞ്ഞു നീ സുന്ദരിയാ സുന്ദരിയാ സുന്ദരിയാ. സുന്ദരനാണോ സുന്ദരിയാണോ എന്ന് സംശയമുള്ളവർക്കാണ് എപ്പോഴും ഒരു ഫിയർ സെൻസ് ഉണ്ടാവുന്നത്. നമ്മൾ എപ്പോഴാണോ വേവറി ആവുന്നത് അപ്പോഴാണ്. ഒന്നുകിൽ നമ്മളങ്ങ് ടോട്ടലി അഗ്ലി ആവുക, അപ്പം നമുക്കറിയാം നമുക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. യു ഗെറ്റ് ഓൺലി ഗെയിൻ. അപ്പം നമുക്ക് എന്തും പറയാം. അങ്ങനെയുള്ളവരാണ് ഈ ക്ലാസ്സിൽ ഒരുപാട് ബഹളം ഉണ്ടാക്കുന്നവർ. രണ്ടാമത്തത് ഓവർ കോൺഫിഡൻ്റ് ആവുന്നവർ. അതായത് ഓവർ കോൺഫിഡൻസ് നോട്ട് ഓൺലി ബൈ ബ്യൂട്ടി, ബൈ നോളജ്. അത് സൗന്ദര്യത്തിലും നോളജിലും ഒക്കെ ഓവർ കോൺഫിഡൻ്റ് ആണെങ്കിൽ യു വിൽ ബി ബോൾഡ് ഇനഫ്. ഇത് രണ്ടും അല്ലാത്തൊരു കാറ്റഗറി ഉണ്ട്. അവരാണ് 90% ഓഫ് ദ കാറ്റഗറി. ഇവരാണ് വേവറി ആവുന്നത്. ആ വേവറി ആവുന്ന ആൾക്കാരെ അവർ ഇത് രണ്ടും വേണ്ടാന്ന് വെച്ചാൽ മതി. ഞാൻ ബ്യൂട്ടിഫുള്ളും ആവണ്ട, ഞാൻ ഏറ്റവും ബുദ്ധിമാനും ആവണ്ട എന്ന് വെച്ചാൽ യു കനോട്ട്. ഫിയർ ഒരിക്കലും നമ്മളെ പ്രശ്നമാക്കും. ഒരു സക്സസ്ഫുൾ ഡോക്ടർ എന്ന നിലയ്ക്ക് മെഡിസിൻ പഠിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? എന്താണ് മെസ്സേജ്? ഒരു ഏത് വിദ്യാർത്ഥിയായാലും നിർബന്ധ ബുദ്ധിയുണ്ടോ യു ക്യാൻ അറ്റൈൻ എനിത്തിങ്. ചിലപ്പോൾ ഇപ്പോൾ MBBS കിട്ടുന്ന ഒരു കുട്ടി +2 കഴിഞ്ഞിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല, സെക്കൻഡ് അറ്റംപ്റ്റ് കിട്ടുന്നത് എന്ത് തെറ്റെന്ന് ചോദിച്ചാൽ MBBS കഴിഞ്ഞ് 4 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് MD കിട്ടുന്ന ഒരാളിന് 3 വർഷം നഷ്ടപ്പെട്ടില്ലേ? വാട്ട് എവർ യു ലൂസ് ഇൻ ദറ്റ് +2 ടൈം യു ക്യാൻ ഗെയിൻ ഇൻ ആഫ്റ്റർ MBBS. അതുകൊണ്ട് ഇതൊരു നഷ്ടമല്ല. ഒരു വർഷമോ ഒരു ദിവസമോ നമുക്ക് ഒരിക്കലും നഷ്ടമാണെന്ന് കരുതരുത്. ഫസ്റ്റ് ടൈം തന്നെ കിട്ടിയില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെടാൻ പോകുന്നു. എൻ്റെ ജീവിതം 55 വയസ്സാണെന്ന് വെച്ചു. ഫസ്റ്റ് ടൈം കിട്ടാത്ത കുട്ടിയുടെ ജീവിതം 80 വയസ്സാണെങ്കിൽ ആരാണ് അറ്റൈൻ ചെയ്തത്? 24 years he gained more than me. അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഈ പേരൻസ് ആയാലും ഈ കുട്ടികളായാലും ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വൺസ് ഒരു ഫെയിലിയർ ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് യു നെവർ സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് യു ഷുഡ് ജസ്റ്റ് ടേക്ക് ഇറ്റ് എ ചാൻസ് ടു ഗെയിൻ ഇറ്റ്. കാരണം ഒരു കൊല്ലം +2 കൊണ്ട് നഷ്ടപ്പെട്ടാൽ എൻ്റെ ജീവിതം നഷ്ടപ്പെടാൻ പോകുന്നില്ല. MBBS കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞ് MD കിട്ടുന്ന ഒരാളാണെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു വർഷം നഷ്ടപ്പെട്ട കുട്ടി MBBS ഫസ്റ്റ് ചാൻസ് കിട്ടിയാൽ ഹൂ ഗെയിൻഡ് ഇറ്റ്? അറ്റ് ദ എൻഡ് MD കിട്ടുന്നത് ഈ ഫസ്റ്റ് ടൈം +2 നഷ്ടപ്പെട്ട പയ്യനായിരിക്കും. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ ലോസ്. നമ്മൾ എത്ര കൊല്ലം ജീവിക്കുമെന്ന് പോലും പ്രീ ഡിസൈഡഡ് അല്ല. MBBS MDയും കഴിഞ്ഞ് MD ഫൈനൽ ഇയറായപ്പോൾ മരിച്ചു പോകുന്ന കുട്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മരിച്ചു പോകാം എന്നൊരാൾ ആണെങ്കിൽ എന്ത് ഗെയിൻ ചെയ്തു? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊന്നും ടോട്ടൽ ലൈഫിന് എടുക്കുമ്പോഴത്തേക്ക് അതൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ട് ഒരു ഗോൾ സ്ട്രോങ് ആയിട്ട് വേണമെന്ന്. അഥവാ നമ്മൾ കിട്ടിയില്ലെങ്കിൽ പോലും വിടരുത്. ചില ആൾക്കാർ വിചാരിക്കും MBBS കഴിഞ്ഞിട്ട്, എനിക്കറിയാവുന്ന മനീഷ് ഹത്യാൽ എന്നൊരാളുണ്ട് ബോംബെയിൽ, MBBS കഴിഞ്ഞ് ഫാർമക്കോളജി എടുത്തതാണ്. ഹീ ഈസ് നൗ ഡ്രോയിങ് എ ബെറ്റർ സാലറി ദാൻ എ കാർഡിയോളജിസ്റ്റ് ഇൻ ഇന്ത്യ. ആക്ച്വലി MBBS കഴിഞ്ഞ് MD ഫാർമക്കോളജി റിസർച്ച് എടുത്തിയാൽ യു ക്യാൻ മേക്ക് മോർ മണി. യു ക്യാൻ ഈവൻ അറ്റൈൻ എ നോബൽ പ്രൈസ്. അപ്പോൾ അതുകൊണ്ട് നോബൽ പ്രൈസ് വാങ്ങിക്കാൻ ഒരിക്കലും ഒരു കാർഡിയോളജിസ്റ്റിനോ ന്യൂറോളജിസ്റ്റിനോ കഴിയത്തില്ല. ഒരു റിസർച്ച് ചെയ്യുന്ന പയ്യനെ പറ്റും. അപ്പം അത് യു വിൽ ലൂസ് ബൈ ബിക്കമിങ് എ കാർഡിയോളജിസ്റ്റ് ഓർ എ ന്യൂറോളജിസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് നഷ്ടപ്പെടുന്നോ അവിടെ നിന്ന് നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കണം. ചിലപ്പോൾ MBBS കിട്ടുന്നൊരു കുട്ടി, അല്ലെങ്കിൽ MBBS കിട്ടാത്തൊരു കുട്ടിക്ക് IAS ഓഫീസർ ആവാം, അവൻ ഡിസ്ട്രിക്ട് കളക്ടർ ആവാം. അങ്ങനെ എത്രയോ പേരുടെ കഥകളുണ്ട്. MBBS ജോയിൻ ചെയ്തിട്ട് പഠിക്കാൻ പറ്റാതെ പോകുന്നവരില്ലേ. അപ്പോൾ ഒരിക്കലും ഒരു ഗോൾ എന്ന് പറയുന്നത് ഡോക്ടർ ആവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്നുള്ളതല്ല.
എന്ത് നമ്മൾ അറ്റൈൻ ചെയ്യുന്നോ അതിൽ ടോപ്പർ ആവുക. പിന്നെ എന്ത് നമുക്ക് പറ്റിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിനകത്തു നിന്ന് നമുക്ക് നേടാൻ പറ്റും. നമുക്കൊരു ചെറിയ റാപ്പിഡ് ഫയർ റൗണ്ട് ഉണ്ട്. ഓക്കെ, വൺ ഹാബിറ്റ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഗെറ്റ് റിഡ് ഓഫ്? ഭയങ്കര ദേഷ്യം. ഗ്രേറ്റസ്റ്റ് പാഷൻ? ടു ഡു ഇൻ്റർവെൻഷൻ. വാട്ട് മേക്സ് യു ആംഗ്രി? നമ്മളിപ്പോൾ ഈ രോഗികളുടെ ചികിത്സാ സമയത്ത് എനിക്ക് ദേഷ്യം വരുന്നത്. ഇപ്പോൾ ഒരു സിസ്റ്റർ ചെയ്യുന്നത് പെട്ടെന്ന് അവർ പേഷ്യൻറ്റിന് നീഡിൽ പങ്ക്ചർ ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ശ്വാസം മുട്ടുന്ന സമയത്ത് പെട്ടെന്ന് ഓക്സിജൻ വെച്ചില്ലെങ്കിൽ, ദാറ്റ് ഈസ് ആക്ച്വലി മേക്കിംഗ് മീ ആങ്കർ. ഫുഡ് ദാറ്റ് വുഡ് ബ്രേക്ക് യുവർ സ്ട്രിക്റ്റസ്റ്റ് ഡയറ്റ്? എനിക്ക് ഏറ്റവും ഇഷ്ടം മട്ടനും ചിക്കനുമാണ്. അതാണ് പ്രശ്നം. വാട്ട് മേക്സ് യു ക്രൈ? ശരിക്കും ഞാൻ ചികിത്സിക്കുന്ന രോഗി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഐ ജസ്റ്റ് കനോട്ട് ടോളറേറ്റ് ഫോർ മിനിമം 2 days. എന്നെ അതൊരു കംപ്ലീറ്റ്ലി എൻ്റെ റിതം തെറ്റിക്കും. ഇത് വൈഫിൻ്റെ ഫേവറേറ്റ് അറ്റയർ? സാരി. വൈഫ്സ് ഫേവറേറ്റ് കളർ? യെല്ലോ. വിമൻ ഹു ഹവ് ഇൻസ്പയർഡ് യു ദ മോസ്റ്റ്? എൻ്റെ അമ്മ ഒന്ന്. നമ്പർ 2 ഈസ് ഡെഫിനറ്റ്ലി എൻ്റെ വൈഫാണ്. ദ ബെസ്റ്റ് സർപ്രൈസ് ദാറ്റ് യു ഹാവ് ഗിവൻ യുവർ വൈഫ്? ഞാനൊരിക്കലും എൻ്റെ വൈഫിന് സർപ്രൈസ് കൊടുത്തതിൻ്റെ വിശ്വാസം എനിക്കില്ല. യുവർ ബർത്ത്ഡേ? December 6th ആണ്. സജിറ്റേറിയസ് ആണ്. നാളെ. 5 essential tips for a healthy heart? Avoid smoking, which is actually unnecessarily people are doing. Control diabetes. നമ്മൾ പലപ്പോഴും ഷുഗർ 300 ആണ്, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. തെറ്റാണ്. യു ജസ്റ്റ് മേക്ക് യുവർ ഷുഗർ ബിലോ 110 ഫാസ്റ്റിംഗ്. BP to be controlled to the optimum level. ഒപ്റ്റിമം എന്ന് പറയുന്നത് 140, 90, 80 വയസ്സ് കുഴപ്പമില്ല, അങ്ങനെയല്ല. 120/80. And avoid cholesterol rich food, which I cannot advise. If ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെയൊക്കെയാണ് ഞാൻ അഡ്വൈസ് ചെയ്യാൻ പാടില്ല. പക്ഷേ എങ്കിലും അവോയ്ഡ് കൊളസ്ട്രോൾ ഡയറ്റ്. ഹാവ് എൻ എക്സലന്റ് എക്സസൈസ് വിച്ച് മേക്സ് യുവർ ഹാർട്ട്. സാറിൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തതിൽ വളരെയധികം സന്തോഷം. ഇനിയും ഒരുപാട് പേർക്ക് ഹെൽത്തി ആൻഡ് ഹാപ്പി ഹാർട്ട്സ് കൊടുക്കാൻ പറ്റട്ടെ. ദിസ് ഈസ് എ സ്മോൾ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഫ്രം റോസ്വുഡ്. Thank you. Thank you very much. Thank you. And these are chocolates for your wife. Thank you. Thank you. This is an industry that gives an opportunity to the common man to come and make a decent income and then later turn into entrepreneurs and make it big in their life. Once you know everything, you know how to get there or bring those things into your country. I'm sure where there is a problem, there is a solution, and if you have the right solution, you are going to sell it and you're going to make a lot of money in that process and also help the society in solving some of these issues.